ഇറാൻ അമേരിക്ക ചർച്ചകൾ സംബന്ധിച്ചാണ്. നിർണായക ചർച്ച നാളെ ജനീവയിൽ ചേരും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയാൽ കരാർ കയ്യെത്തും ദൂരത്തെന്നാണ് ചർച്ച നടക്കാനിരിക്കെ ഇറാന്റെ പ്രതികരണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ന്യായവും നീതിയുക്തവുമായ ഒരു കരാറിലെത്താനുള്ള നിശ്ചയദാർഢ്യത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ട്വീറ്റ് ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഭിന്നതകളൊക്കെ തുടരുന്നതിനിടെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒക്കെ താവളങ്ങളിലേക്ക് US സൈനിക വിന്യാസങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്നത് മനസ്സിലാക്കണം. 2 പതിറ്റാണ്ടിലേറെയായി മേഖലയിലെ ഏറ്റവും വലിയ US സേന നീക്കങ്ങളിലൊന്നായി പല കാര്യങ്ങളും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു അനുനയ വഴി എന്ന് വേണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കയ്യെത്തും ദൂരത്താണ് അനുനയം എന്നൊക്കെ പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകളിലേക്ക് ഇറാൻ എത്തിയേക്കാം എന്നുള്ള സൂചനകൾ കൂടി വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണോ കാർത്തിക് മനസ്സിലാക്കേണ്ടത്? ആക്രമണമുണ്ടായാൽ അതിഭീകരമായ രീതിയിൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ചർച്ച. എങ്ങനെയാകും കാര്യങ്ങൾ? രഞ്ജിത്ത്, ഒരു ആണവ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏറ്റവും നിർണായകം. 2 റൗണ്ട് ചർച്ചകളാണ് ഇതുവരെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത്. ഫെബ്രുവരി 6 ഒമാനിൽ, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 17 ജനീവയിൽ. നാളെ 3ാം ഘട്ട ചർച്ച ജനീവയിൽ നടക്കുകയാണ്. ഈ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ എന്ത് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രൂപരേഖ ഇറാൻ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം, മാത്രമല്ല മിസൈൽ പദ്ധതികളിലടക്കം നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ചർച്ചകളിൽ വേണം. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളോട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ എന്താവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം പ്രകോപനപരമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ് ഏറെ ശ്രദ്ധേയമാണ്. നയതന്ത്ര വഴിയെങ്കിൽ കരാർ സാധ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. നീതിയുക്തവും ആയ ഒരു കരാറിലേക്ക് എത്താൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം ആണവായുധത്തിന് വികസിപ്പിക്കുക ഇല്ല എന്നൊരു വരി കൂടി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ആ അർത്ഥത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായിരിക്കുന്നു എന്ന സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. കയ്യെത്തും ദൂരത്താണ് കരാർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് നാളെ നടക്കുന്ന ചർച്ചകളിൽ ഒരു വഴിത്തിരിവുണ്ടാകും. ഇതുവരെ നടന്ന 2 ഘട്ട ചർച്ചകൾ പോലെ ആകില്ല. ചില പോസിറ്റീവായ സാഹചര്യങ്ങൾ നാളെ ഉരുത്തിരിയും എന്ന സൂചന നൽകുന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. പക്ഷേ അപ്പോഴും നാളെ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ അമേരിക്ക എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇക്കാര്യത്തിൽ തുടർന്നുള്ള അമേരിക്കയുടെ സമീപനം. സ്വാഭാവികമായും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ അമേരിക്ക തയ്യാറായേക്കും. മാത്രമല്ല 3 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ചില മാറ്റങ്ങൾ, അതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എന്താകും? അതനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാന് മേൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ, ആ ഉപരോധങ്ങളാണ് ഇറാനിൽ ഇപ്പോൾ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അവിടുത്തെ പണപ്പെരുപ്പം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ടെഹ്റാനിൽ ഉരുത്തിരിഞ്ഞ പ്രതിഷേധങ്ങളടക്കം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ടെഹ്റാനിലും മഷാദിലുമൊക്കെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. അവർ ഈ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് വീണ്ടും സജീവമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ജനുവരി 7-8 തീയതികളിൽ വലിയ തോതിൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തിയിരുന്നു ഇറാൻ ഭരണകൂടം. ഏതാണ്ട് 3000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ സാഹചര്യം കൂടിയുണ്ട്. അതായത് ആഭ്യന്തര കലഹങ്ങൾ ഇറാനെ വല്ലാതെ വലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അമേരിക്ക തയ്യാറാകും എന്നതും നിർണായകമാണ്. ഇറാൻ അത്തരമൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരത്തിൽ സാങ്ഷനുകൾ ലിഫ്റ്റ് ചെയ്താൽ, അതായത് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളിലടക്കം നിർണായകമായ വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറായാൽ ആണവ കാര്യങ്ങളിലും ചില നിലപാടുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന കടുത്ത നിലപാടുകളിൽ നിന്ന് ഒരുപക്ഷെ ഇറാൻ പിന്നോട്ട് പോയിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായി പുറത്തു വന്ന ട്വീറ്റ് പ്രതീക്ഷ നൽകുന്നതാണ്. നീതിയുക്തമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സ്വാഭാവികമായും
ഒരു കയ്യെത്തും ദൂരത്ത് കരാറുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് വേണം അതിൽ നിന്നും വായിച്ചെടുക്കാൻ. പക്ഷേ അമേരിക്ക അവരുടെ സൈനിക വിന്യാസം ശക്തമാക്കി തന്നെ തുടരുകയാണ്. CIA കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പേർഷ്യൻ ഭാഷയിലായിരുന്നു ഈ വീഡിയോ. അതായത് ആഭ്യന്തര സംഘർഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വീഡിയോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇറാൻ പൗരന്മാർക്കോ മറ്റുള്ളവർക്കോ CIA എങ്ങനെ അറിയിക്കാം എന്നതിന് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്തായാലും ഒരു വശത്ത് യുദ്ധസന്നാഹങ്ങൾ സജീവമായി തുടരുന്നു, മറുവശത്ത് നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. നയതന്ത്രമാണ് വഴിയെങ്കിൽ കരാറിനുള്ള സാധ്യത തെളിയും എന്ന സൂചനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകുന്നത്. അത് ഒരു അനുനയത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു അനുനയ നീക്കങ്ങൾ സജീവമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. അവിടെയാണ് ഇറാൻ ഒന്ന് അനുനയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവിടുന്നത്. ബി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.